നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ദൈവവചനം നാം കേൾക്കുന്നവരാണ് എങ്കിലും ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല എങ്കിൽ അത് എന്തുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഓൺലൈനിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ടിവിയിലൂടെയും എല്ലാം 24 മണിക്കൂറും നമുക്ക് ദൈവവചനം ലഭ്യമായിട്ടും എന്തുകൊണ്ടാണ് അനേകരുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും സഭകളിലും ദൈവം പറഞ്ഞ ദൈവിക വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം കാണുവാൻ സാധിക്കാത്തത് എന്ന് തിരിച്ചറിഞ്ഞ് നാം കറക്റ്റ് ചെയ്യേണ്ട മേഖലകൾ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണം നമ്മൾ കാണും, നമ്മളത് അനുഭവിക്കും. രോഗസൗഖ്യത്തെക്കുറിച്ചുള്ള വചനങ്ങൾ നാം കേൾക്കുന്നു, എന്നാൽ രോഗം സൗഖ്യമാകുന്നില്ല. സമാധാനത്തെക്കുറിച്ചുള്ള വചനം നാം കേൾക്കുന്നു, എന്നാൽ ഉള്ളിൽ ഭാരവും ഉത്കണ്ഠയും നിറഞ്ഞു നിൽക്കുകയാണ്. പാപത്തിന്മേലുള്ള ജയത്തെക്കുറിച്ചുള്ള വചനങ്ങൾ നാം കേൾക്കുന്നു, എങ്കിലും പലപ്പോഴും രഹസ്യ പാപങ്ങളിൽ വീണുപോകുകയാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് ദൈവവചനത്തിന് ശക്തിയില്ലാത്തത് കൊണ്ടാണോ, അതോ ദൈവത്തിന് മാറ്റം സംഭവിച്ചോ? ഇല്ല, ഒരിക്കലുമില്ല. ഈ ദൈവത്തിന് മാറ്റം സംഭവിച്ചിട്ടില്ല, ദൈവവചനത്തിന് ശക്തി കുറഞ്ഞിട്ടുമില്ല. എങ്കിൽ എവിടെയാണ് പ്രശ്നമെന്ന് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവവചനത്തിന്റെ വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ല. എന്നാൽ ദൈവവചനത്തിലെ ദൈവശക്തി നമ്മിലേക്ക് വ്യാപരിക്കുവാൻ എന്താണ് തടസ്സം നിൽക്കുന്നത്? അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിയർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലൻ ഇടവിടാതെ സ്തുതിക്കുന്ന ഒരു കാര്യമാണ് ദൈവവചനത്തോടുള്ള അവരുടെ പ്രതികരണം. തെസ്സലോനിയർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ഇടവിടാതെ ദൈവത്തെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ വാക്യത്തിൽ പ്രധാനമായി 2 പദങ്ങൾ അപ്പോസ്തലൻ ഉപയോഗിക്കുന്നത് കാണുവാൻ കഴിയും. 1 കേട്ടു, 2 കൈക്കൊണ്ടു. ഈ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ട് ചിലരിൽ ദൈവവചനം പ്രവർത്തിക്കുന്നു, എന്തുകൊണ്ട് ചിലരിൽ ദൈവവചനം പ്രവർത്തിക്കുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു. ഇതിന്റെ അർത്ഥം ഇവിടെ കേട്ടു എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയിൽ നിന്നോ ഒരു ഉറവിടത്തിൽ നിന്നോ ഒരു വിവരത്തെ, ഒരു ഇൻഫർമേഷനെ സ്വീകരിച്ചു എന്നാണ് അർത്ഥമാക്കുന്നത്. വാർത്ത കേൾക്കുന്നത് പോലെ, ലെക്ചർ കേൾക്കുന്നത് പോലെ എല്ലാം അതിനെ കണക്കാക്കുവാൻ കഴിയും. നാം ദൈവവചനം കേൾക്കുമ്പോഴും ഒരുപക്ഷെ ഇത് സംഭവിച്ചേക്കാം. നല്ല പ്രസംഗം, നല്ല ആശയം എന്നെല്ലാം പറഞ്ഞേക്കാം, എന്നാൽ അത് ഹൃദയത്തിലേക്ക് ഇറങ്ങുന്നില്ല. എന്നാൽ പൗലോസ് ആ വാക്യത്തിൽ തുടർന്ന് പറയുന്ന ഭാഗം വളരെ ശ്രദ്ധേയമാണ്. അവിടെ ഇപ്രകാരമാ പറയുന്നത്, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ എന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ കേൾക്കുക മാത്രമല്ല, ആ വചനത്തെ ദൈവത്തിന്റെ ശബ്ദമായി, ദൈവത്തിന്റെ വാക്കുകളായി കൈക്കൊള്ളുകയാണ്. ഇത് സംഭവിക്കുമ്പോഴാണ് ദൈവപ്രവൃത്തി നമ്മിൽ തുടങ്ങുന്നത്. ഹൃദയപൂർവ്വം ദൈവവചനത്തെ സ്വാഗതം ചെയ്യുമ്പോൾ, ആ ദൈവവചനത്തെ അംഗീകരിക്കുമ്പോൾ ആ ദൈവവചനം നമ്മിൽ പ്രവർത്തിക്കും. ആ ദൈവവചനത്തിന്റെ ശക്തി നമ്മിൽ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ദൈവവചനം ഒരിക്കലും അറിവിൽ ഒതുങ്ങി നിൽക്കേണ്ടതല്ല, മറിച്ച് അത് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെന്ന് നമ്മുടെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തുന്ന, നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദൈവിക ശക്തിയായി മാറേണ്ടത് ആവശ്യമാണ്. കേൾവി കൊണ്ട് ബാഹ്യമായ ഒരു സ്വീകരണം ലഭിക്കുമ്പോൾ, ആ ദൈവവചനത്തെ കൈക്കൊള്ളുമ്പോൾ നാം ആന്തരികമായി അതിനെ സ്വീകരിക്കുകയാണ്. നാം ഒരു ദൈവവചനം കേൾക്കുമ്പോൾ നമ്മുടെ അറിവ് വർദ്ധിക്കുന്നു, നല്ലതാ. പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ ആ വചനം അത് എന്നോടാണ് എന്ന് പറഞ്ഞ് നാം കൈക്കൊള്ളാറുണ്ടോ? പരിശുദ്ധാത്മാവേ, എന്നെ ഈ ദൈവവചനത്തിന്റെ നിവർത്തീകരണത്തിനായി ഒരുക്കണമേ എന്ന് നാം പറയാറുണ്ടോ? അങ്ങനെ പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിത മേഖലകളിൽ നാം കാണുവാൻ തുടങ്ങുന്നത്. ദൈവവചനത്തിന് ദൈവത്തോളം തന്നെ ശക്തി ഉള്ളത് കൊണ്ട് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ, നമ്മോട് ദൈവം സംസാരിക്കുന്നു എന്ന് തിരിച്ചറിയുമ്പോൾ ഹൃദയത്തിൽ അത് സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. കേട്ട് അറിവ് വർദ്ധിപ്പിക്കുന്നതിലുപരി നമ്മുടെ ജീവിതത്തിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുവാൻ പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് ദൈവവചനത്തിന് മുമ്പാകെ ഒരു സമർപ്പണം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഉപദ്രവങ്ങളുടെ നടുവിൽ നമ്മെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. അതെ, 1-ാം നൂറ്റാണ്ടിൽ യേശുക്രിസ്തുവിനെ പിൻപറ്റുന്നവരെ ഉപദ്രവിക്കുന്ന ഒരു കൂട്ടമുണ്ടായിരുന്നു. അവരുടെ നടുവിലും ധൈര്യത്തോടെ യേശുവിന് വേണ്ടി നിൽക്കുവാൻ അന്ന് വിശുദ്ധന്മാരെ പ്രേരിപ്പിച്ചത് അവരിൽ വ്യാപരിച്ച ദൈവവചനത്തിലെ ശക്തിയാണ്. തെസ്സലോനിയർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നത്, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. പ്രിയദൈവത്തിലെ, മുമ്പിൽ വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചല്ല ദൈവവചനത്തിൽ വിശ്വസിക്കുക. നാം പലപ്പോഴും ദൈവവചനത്തിൽ വിശ്വസിക്കുന്നത് മുമ്പിൽ വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച. എന്നാൽ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സാഹചര്യങ്ങളല്ല ദൈവത്തിന്റെ പ്രവൃത്തിയെ നിർണയിക്കുന്നത്. സാഹചര്യം എന്തു തന്നെയാണെങ്കിലും വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പ്രവർത്തിക്കാൻ ഈ ദൈവമുണ്ട്. ഇന്ന് ദൈവ
ദൈവവചനത്തിലൂടെ ദൈവിക വാഗ്ദത്തങ്ങൾ ദൈവം നിങ്ങളോട് സംസാരിച്ചത് വാഗൊണ്ട് പറയുവാൻ തുടങ്ങണം. ദൈവവചനത്തിലൂടെ ദൈവം പറഞ്ഞ വാഗ്ദത്ത നിവർത്തീകരണം എന്റെ ജീവിതത്തിൽ നടക്കുമെന്ന് വിശ്വാസത്തോടെ പറയുവാൻ തുടങ്ങണം. അതെ, ഒരു മാറാരോഗിയായി ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടാനല്ല ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അവന്റെ അടിപ്പിണരാൽ രോഗസൗഖ്യം എന്ന ദൈവത്തിന്റെ വചനം നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ഈ നിമിഷം ദൈവപ്രവൃത്തി നിങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടുവാൻ പോകുകയാണ്. ഒരുപക്ഷെ വൈദ്യശാസ്ത്രം എല്ലാം ഇമ്പോസിബിൾ എന്ന് പറഞ്ഞേക്കാം. എന്നാൽ ഇന്ന് ജീവിക്കുന്ന ദൈവം പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി നിങ്ങൾ അനുഭവിക്കും. ദേശം അത് കാണും. പ്രിയ ദൈവത്തിലെ നമ്മുടെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്ത് പ്രവർത്തിക്കുവാൻ കഴിയുന്നവനാണ് ഈ ജീവിക്കുന്ന ദൈവമെന്ന് നാം ഒന്ന് ഉറക്കേണ്ടത് ആവശ്യമാണ്. സാഹചര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും എല്ലാ സാഹചര്യങ്ങളുടെയും മേലെ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. അതെ, ഹല്ലേലൂയ. ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ കരം പ്രിയ ദൈവത്തിലെ നിങ്ങൾക്ക് അനുകൂലമാകും. ദൈവിക വാഗ്ദത്തങ്ങൾ നിറവേറുവാൻ തടസ്സം നിൽക്കുന്ന നമ്മുടെ ചിന്തകളെ ഇന്ന് യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യണം. നമ്മുടെ അറിവ്, നമ്മുടെ എക്സ്പീരിയൻസ്, ഇതെല്ലാം ദൈവവചനം വിശ്വസിക്കാൻ തടസ്സം നിൽക്കുന്നെങ്കിൽ ഇന്ന് അതിനെല്ലാം എടുത്ത് മാറ്റി വെച്ചിട്ട് ദൈവമേ അങ്ങ് പറഞ്ഞ വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നെങ്കിൽ നിങ്ങൾ ദേശത്തൊരു മാനപാത്രമായി തീരും. ഒരു ദൈവിക മാന്യത ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിത മേഖലകളിൽ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. അതേ പ്രിയ ദൈവത്തിലെ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണും, നിങ്ങളത് അനുഭവിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ ദൈവജനത്തിന് മുമ്പാകെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവമേ, എന്റെ ജീവിതത്തിൽ അങ്ങയുടെ പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ഇത് ഏൽപ്പിച്ചു തരുന്നു എന്ന് പറ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. കണ്ണുകളെ അടയ്ക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തെ ഞങ്ങളുടെ തൃക്കരങ്ങൾ തിരികെ കടന്നുപോകുന്ന സാഹചര്യങ്ങളിൽ കരം പിടിച്ചു നടത്തുന്ന ദൈവ സാന്നിധ്യം ഈ ദിവസങ്ങളിൽ ഈ ജനം അനുഭവിക്കണം. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹമാകണം. സകലമാനം മഹത്വം അങ്ങയ്ക്ക്, സകലവും യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവത്തിലെ യേശു ഇന്നും ജീവിക്കുന്നു. ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ ജീവിക്കുന്ന സാക്ഷിയായി നിങ്ങളായിരിക്കുന്ന പട്ടണങ്ങളിൽ നിങ്ങൾ മാനിക്കപ്പെടും. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.